തിരുവനന്തപുരം പാലോട് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മാനസിക പീഡനവും മർദ്ദനവുമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. ഭർത്താവിന്റെ സുഹൃത്ത് അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനക്കുറ്റം എന്നീ വകുപ്പുകളും ഭർത്താവ് അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളും ചുമത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇരുവരുടെയും പങ്ക് ഏത് തരത്തിലാണ് എന്നാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം? എപ്പോഴായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക? ലക്ഷ്മി, ഇന്ന് വൈകിട്ടോടുകൂടി ഈ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഭർത്താവ് അഭിജിത്തും ഒപ്പം തന്നെ അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള അജാസും ഇപ്പോൾ പാലോട് പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാലോട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. നിലവിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് അഭിജിത്ത് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഇത്തരത്തിൽ പാലോടുള്ള ഭർത്തൃ വീട്ടിൽ രണ്ടാമത്തെ നിലയിലെ ജനൽ കമ്പിയിൽ ഇന്ദുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശേഷം അന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇന്ദുജയുടെ പിതാവായിട്ടുള്ള ശശിധരൻ പാലോട് പോലീസിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. ആത്മഹത്യ തങ്ങളുടെ മകൾ ഒരിക്കലും ചെയ്യില്ലെന്നും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നടക്കം, ദുരൂഹതയുണ്ട് മരണത്തിൽ എന്നടക്കം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഭർത്താവായിട്ടുള്ള അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഈ ഇന്ദുജയുടെ ഫോണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോണിൽ ഏറ്റവും അവസാനമായി ഇന്ദുജ സംസാരിച്ചിട്ടുള്ളത് അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള അജാസുമായിട്ടാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ അജാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ അജാസിന്റെയും ഒപ്പം തന്നെ അഭിജിത്തിന്റെയും ഫോണ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അജാസ് ഫോണിൽ മുഴുവൻ ഫോർമാറ്റ് ചെയ്തിട്ടാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇത് ഉൾപ്പെടെ ചില കാര്യങ്ങൾ വീണ്ടെടുത്തതിന് ശേഷം മറ്റു വിവരങ്ങൾ പങ്കുവെക്കാമെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഇരുവരും 2 ദിവസം മുമ്പ് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ ഇന്ദുജയും കൂട്ടി തിരുവനന്തപുരം സിറ്റിയിലേക്ക് കാറിൽ പോകുകയായിരുന്നു. ആ കാറിൽ വെച്ചാണ് ഈ അഭിജിത്തിന്റെ മുന്നിൽ വെച്ച് ഈ അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള അജാസ് ഈ ഇന്ദുജയെ മർദ്ദിക്കുന്നത്. ആ മർദ്ദനവും ഈ മാനസിക പീഡനവും ഉൾപ്പെടെയാണ് ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. അതിനിടയിൽ തന്നെ ചില ഈ സൗഹൃദ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായി എന്തിനു മർദ്ദിച്ചു എന്നതിന്റെ കാരണം ഇപ്പോഴും കൃത്യമായി പോലീസ് പറഞ്ഞിട്ടില്ല. എന്തായാലും ആ വിവരങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കട്ടക്കട ഡിവൈഎസ്പി ആയിട്ടുള്ള ഷിജു അല്പസമയത്തിനകം തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ആത്മഹത്യാ പ്രേരണ, ഒപ്പം തന്നെ ഈ പട്ടികജാതി പീഡനം, മർദ്ദനം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ സുഹൃത്തായിട്ടുള്ള അജാസിനെ ഈ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഭർത്താവായിട്ടുള്ള അഭിജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം, ഭർതൃപീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, പാലോട് ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റ് ഉടൻ തന്നെ പോലീസ് രേഖപ്പെടുത്തും. ഇരുവർക്കും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത്.